പെട്ടെന്നൊരു റാപ്പ് ഉണ്ടാക്കിയാലോ? അതും നല്ല ഹെൽത്തിയും ഫില്ലിങ്ങും ആയിട്ടുള്ളൊരു റാപ്പ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ആകെ 2, 3 സാധനങ്ങളേ ഉള്ളൂ. കുറച്ച് പനീറും, കുറച്ച് ക്യാപ്സിക്കവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വന്ന് തന്തൂരി മസാല എടുത്ത്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്ത് ഒരു പാത്രത്തിലിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു മാരിനേഷൻ ഉണ്ടാക്കി. അതിനകത്തേക്ക് നമ്മുടെ പനീറൊന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടു. ശേഷം പച്ച, മഞ്ഞ, ചുവപ്പ് ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞു ഒരു ഉള്ളി എടുത്തു. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തു. അതിനകത്തേക്ക് മസാലകൾ പ്രത്യേകിച്ചില്ല. കുറച്ച് മിക്സ്ഡ് ഹെർബ്സും ഉപ്പും മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അടുത്തുള്ള പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്നത് മസാല ടീയാണ്. ഞാൻ ഏലക്കയും ഇഞ്ചിയും പെരുംജീരകവും കൊണ്ടാണ് മസാല ടീ ഉണ്ടാക്കിയത്. പിന്നെ നമ്മളൊരു സോസ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും നമ്മുടെ മല്ലിയിലയും കൂടിയിട്ട് നനനനക്കിന് എരിഞ്ഞ് വെച്ചു. അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ പനീറിനെ അടുപ്പത്ത് കയറ്റിയൊന്നുമില്ല. കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആ മാരിനേഷനും കൂടി ഉള്ളതുകൊണ്ട് ജസ്റ്റ് വഴറ്റിയെടുത്തു. നല്ല സോഫ്റ്റായിട്ട് നല്ല സ്വാദായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മാരിനേഷൻ കുറച്ച് നേരം വെച്ചോണ്ടേ. പിന്നെ ഇത് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സംഭവങ്ങളൊക്കെ കൂടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഗ്രീക്ക് യോഗേർട്ട് ആഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ സോസ്. സോസ് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നല്ല സ്വാദാട്ടോ. പുറത്തുനിന്ന് മേടിക്കുന്ന സോസസിനെക്കാട്ടിലും നല്ല ഹെൽത്തിയുമാണ്, നല്ല ഫില്ലിങ്ങുമാണ്, തന്നെ നല്ല ഫ്ലേവർഫുള്ളും കൂടിയാണ്. അപ്പോൾ സോസ് റെഡി. ഇനി ഇടയിൽ ഏട്ടൻ പറഞ്ഞു എനിക്കൊരു ഓംലെറ്റും കൂടി ഉണ്ടാക്കുമെന്ന്. അപ്പം പിന്നെ പച്ചമുളക്, ഇഞ്ചി അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ മുട്ട അടിച്ചിട്ട് അതിനകത്ത് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒരു ഓംലെറ്റും ആക്കി വെച്ചു. അപ്പോഴേക്കും എന്താ വിശക്കണമെന്നും പറഞ്ഞ ഏട്ടൻ വന്നു. വന്ന സ്ഥിതിക്ക് ഒരു പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. റാപ്പ് ഉണ്ടാക്കാനുള്ള ടോട്ടി ഏട്ടന് കൊടുത്തപ്പോൾ ഏട്ടന് അടുപ്പത്തൊരു കല്ല് വെച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ട് ഈ ടോട്ടീനെ ഒന്ന് ചൂടാക്കി. അതിന് ശേഷം നമുക്ക് റാപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടികളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ടോട്ടിയെ വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ സോസ് ആഡ് ചെയ്തു, യോഗർട്ട് സോസ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഓംലെറ്റ് വെച്ചു. ഓംലെറ്റിന് ശേഷം കുറച്ചും കൂടി സോസ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഇട്ടു. ശേഷം പനീറിട്ടു. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് കെട്ടിപ്പൂട്ടി ഒരു റാപ്പ് പരുവത്തിലാക്കാനുള്ള പരിപാടികളിലായിരുന്നു. ഇത് നല്ല ഹെൽത്തി ആൻഡ് റിച്ച് ആണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ്, പനീർ, മുട്ട എല്ലാം ഉണ്ടല്ലോ. പിന്നെ യോഗർട്ടും. ഓ! ആ റാപ്പ് ഉണ്ടാക്കിയതിൻ്റെ സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ട്. ആ പുഞ്ചിരി കണ്ടില്ലേ? കണ്ടാൽ തോന്നുന്നത് മൊത്തം ഏട്ടനാ ഉണ്ടാക്കിയെന്ന്. ഏതായാലും അപ്പോഴേക്കും ഞാൻ നമ്മുടെ മസാല ടീയും കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടാളും കൂടി ലഞ്ച് കഴിക്കാൻ എന്തായാലും ഇരുന്നു. കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ലഞ്ച് കഴിക്കാൻ നല്ല രസാട്ടോ. ജോലിക്കിടയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്വിക്ക് ആൻഡ് ഹെൽത്തി റെസിപ്പീസാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ഇതുപോലുള്ള റെസിപ്പികൾ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഉഗ്രൻ ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.